എൻ്റെ അമ്മ എനിക്ക് തരുമോ, സഹോദരി എനിക്ക് തരുമോ, ഞാൻ അത് ചെയ്യാം, ഞാൻ ഇത് ചെയ്യാം. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണാൻ ഇടയുണ്ടായി. ആ ഒരു വീഡിയോ കണ്ടപ്പോൾ അതിൽ എത്ര ഗുരുതരമായ ഒരു അവസ്ഥ ഉണ്ട് എന്ന് മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യം വന്നു. അതായത് അസിൽ, പൊളിറ്റിക്കലി അസിൽ എന്ന് പറയുന്ന എൻ്റെ ഒരു അടുത്ത സുഹൃത്താണ്. അവൻ്റെ ആ വീഡിയോ കണ്ടപ്പോൾ മറ്റൊരു കാര്യം കൂടി അതോടൊപ്പം കൂട്ടിച്ചേർക്കണം എന്ന് എനിക്ക് തോന്നി. അവൻ പറഞ്ഞത്, ഇൻസ്റ്റാഗ്രാമിലെ കുറെ വ്യാജ ഐഡികൾ വഴി കുറെ ആളുകൾ, ലഹരിക്ക് അടിമകളായിട്ടുള്ള കുറെ ആളുകൾ സ്ത്രീകളുടെ ഫോട്ടോസ് വെച്ച് വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതും സ്വന്തം വീട്ടിലെ സഹോദരിമാരുടെ ഫോട്ടോസ്, അമ്മമാരുടെ ഫോട്ടോസ്, അതുപോലെ രക്തബന്ധങ്ങളിൽപ്പെടുന്ന ആളുകളുടെ ഫോട്ടോസ് ആരും കാണാതെ വളരെ സീക്രട്ട് ആയിട്ട് എടുത്ത് അതിനെ വിറ്റുകൊണ്ടിരിക്കുകയാണ്. വില പറഞ്ഞ് വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു ഗൗരവമായിട്ടുള്ള ഒരു സാഹചര്യം നിലവിൽ നമ്മളുടെ നാട്ടിൽ നിലനിൽക്കുന്നു. ഇത് കണ്ടുപിടിക്കാൻ നമ്മളുടെ സർക്കാരിനാവുന്നില്ല എന്നതും ഒരു വലിയ തോൽവി തന്നെയാണ്. അതവിടെ നിൽക്കട്ടെ. അതോടൊപ്പം എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്, ഇൻസ്റ്റഗ്രാമിൽ മാത്രമല്ല, ടെലിഗ്രാമിൽ കുറേയധികം ഗ്രൂപ്പുകളുണ്ട്. ഈ ഗ്രൂപ്പുകളുടെ പേരുകൾ പോലും നമുക്ക് പറയാൻ അറയ്ക്കും. ഇത് നമ്മൾ ഗൂഗിളിൽ പോയിട്ട് ഗ്രൂപ്പ്സർ, GROUPSOR, ഗ്രൂപ്പ്സർ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. അതുവഴിയാണ് ഈ സാധനങ്ങൾ മുഴുവൻ പ്രചരിക്കപ്പെടുന്നത്. നമ്മൾ ഗൂഗിളിൽ പോയി ലൈംഗികപരമായിട്ടുള്ള എന്ത് സാധനങ്ങളും നമ്മൾ സെർച്ച് ചെയ്താൽ മതി. അതായത് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കമ്പി ചാറ്റ്, അങ്ങനെ മലയാളത്തിലോ മംഗ്ലീഷിലോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേയധികം ഗ്രൂപ്പുകൾ, ടെലിഗ്രാം ഗ്രൂപ്പുകൾ വരുന്നതാണ്. ഈ ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് കയറി നോക്കണം. അതിൻ്റെ അകത്ത് നടക്കുന്ന ചാറ്റുകളും സ്വന്തം അമ്മയെക്കുറിച്ചും സഹോദരങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള ചാറ്റുകളാണ് അതിനകത്ത് നടക്കുന്നത്. എൻ്റെ അമ്മ എനിക്ക് തരുമോ, സഹോദരി എനിക്ക് തരുമോ, ഞാൻ അത് ചെയ്യാം, ഞാൻ ഇത് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുള്ള കുറെ രതി വൈകല്യങ്ങൾ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ കാമവെറി, ഈ ഡ്രഗ്സ് അടിച്ച് കയറ്റിയിട്ട് അമ്മ ഏതാ പെങ്ങൾ ഏതാന്ന് അറിയാൻ മേലാതെ ഓരോരുത്തന്മാർ കാണിക്കുന്ന ശുദ്ധതന്തയില്ലായ്മ, ഇതിനെ വളരെ ഗൗരവമായിട്ട് സർക്കാർ കാണണം, പോലീസ് കാണണം, ഇതിനെതിരെ നടപടിയെടുക്കണം. ഈ സാധനം വെളിച്ചത്ത് കൊണ്ടുവരണം. ഈ ഒരു സംവിധാനം, ഇങ്ങനത്തെ ഈ സാഹചര്യങ്ങൾ ഉണ്ടാവാൻ ഇടയാവരുത്. അമേരിക്കയിലും അല്ലെങ്കിൽ അതുപോലുള്ള മറ്റ് രാജ്യങ്ങളിൽ ഇതുപോലുള്ള പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അവിടെ പലത്തും ഈ അമ്മയെന്നോ സഹോദരി എന്നോ ഒന്നും ഇല്ലായിരിക്കും. പക്ഷെങ്കിൽ നമ്മുടെ രാജ്യത്ത് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഒരു അമ്മ ഒരു കുഞ്ഞിനെ മുലയൂട്ടി വളർത്തിക്കഴിഞ്ഞ് അവൻ വളർന്നു കഴിഞ്ഞിട്ട് അവൻ കുടിച്ച ആ മുലയെ കാമത്തോടുകൂടി കാണുന്ന ഒരു സാഹചര്യം എത്ര ഭീകരമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഞാൻ 1-2 സ്ക്രീൻഷോട്ടുകളും സ്ക്രീൻ റെക്കോർഡിങ്ങുകളും എൻ്റെ ഈ വീഡിയോയ്ക്കൊപ്പം ഞാൻ ചേർക്കുന്നുണ്ട്. ദയവേദി ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം. ഇത് വളരെ ഒരു അവയർനെസ് ആവശ്യമാണ്. പബ്ലിക്കിൽ ഭയങ്കരമായ രീതിയിലുള്ള അവയർനെസ് ആവശ്യമാണ്. അതുകൊണ്ട് ഗവൺമെന്റ് കൃത്യമായി ഈ വിഷയത്തിൽ ഇടപെടുക തന്നെ ചെയ്യണം. നമ്മുടെ ചെറുപ്പക്കാർക്ക് അവരുടെ ലഹരി ആസക്തിയിൽ ബന്ധങ്ങളെ തിരിച്ചറിയാനുള്ള, ബന്ധങ്ങളുടെ വിലകൾ തിരിച്ചറിയാനുള്ള ഒരു കഴിവ് നഷ്ടപ്പെട്ടിരിക്കുന്നു. നമ്മൾ ചെറുപ്പത്തിനെ, നമ്മുടെ തലമുറയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നാം ഓരോരുത്തർക്കും ഉണ്ട്. അതുകൊണ്ട് മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്തേ മതിയാവത്തുള്ളൂ. താങ്ക് യു.